Hi all, I am Archana S, Assistant Professor, Department of Civil Engineering, Jyoti Engineering College, Thrissur. Today we will see CET 309, Construction Technology and Management, ബാർ ചാർട്ട് പ്രോബ്ലം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ബാർ ചാർട്ട് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് മൈൽസ്റ്റോൺ ചാർട്ടും ബാർ ചാർട്ടിൻ്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. സോ ഇവിടെ അതിൻ്റെ പ്രോബ്ലമാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Question: For the construction of a guest house, certain activities are to be performed, which are as given below. ആക്ടിവിറ്റി നമ്പർ 1 to 7 ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂറേഷൻ ഇൻ വീക്സിലും തന്നിട്ടുണ്ട്. ഓക്കെ, സോ 7th ആക്ടിവിറ്റിയാണ് നമുക്കുള്ളതെന്നറിയാം. 7 ആക്ടിവിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട് ഡ്യൂറേഷനും തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് മാത്രം നമുക്ക് ബാർ ചാർട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് ഡേറ്റയുടെയും കൂടെ ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ ആ ഡേറ്റയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള ക്വസ്റ്റിൻ്റെ പാർട്ട് തന്നെയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. Activity 2 and 3 can be performed simultaneously and start only when activity 1 is completed. ആക്ടിവിറ്റി 1 കംപ്ലീറ്റ് ആയാൽ ആക്ടിവിറ്റി 2ഉം 3യും എന്ത് ചെയ്യാം, പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 4 ക്യാൻ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ ആക്ടിവിറ്റി 2 എൻഡ്സ്. ആക്ടിവിറ്റി 2 എൻഡ് ചെയ്താൽ എന്ത് ചെയ്യാം, ആക്ടിവിറ്റി 4 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ടിവിറ്റി 5 cannot begin until activities 2 and 3 are completed. 2ഉം 3യും കംപ്ലീറ്റ് ആയാൽ മാത്രമേ ആക്ടിവിറ്റി 5 എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ആക്ടിവിറ്റി 6 can start only after activities 4 and 5 are completed. 4ഉം 5ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ 6th ആക്ടിവിറ്റി എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 7 is the last activity and this can commence only after the completion of the activity 5. 5th ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, 7th ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എന്തിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. Prepare a bar chart for the project. Then what is the total time taken for the completion of the project? അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്ലൈഡിൽ എന്ത് തന്നു, നമുക്ക് ആദ്യത്തെ സ്ലൈഡിൽ ആക്ടിവിറ്റി തന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് തന്നു, ഡ്യൂറേഷൻ തന്നു. ഈ സ്ലൈഡിൽ നമുക്ക് എന്താണ് ഓരോ എങ്ങനെയാണ് ബാർ ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് നമുക്ക് പോകാം. സോ ഇതൊരു ബാർ ചാർട്ട് വരച്ചിരിക്കുന്നതാണ്. എക്സ് ആക്സിൽ ടൈം ഇൻ വീക്സും വൈ ആക്സിൽ ആക്ടിവിറ്റീസും. വൈ ആക്സിൽ 1 2 3 4 5 എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അസെൻഡിങ് ഓർഡറിൽ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ 7ന്റെ സ്ഥലത്ത് 1, 6ന്റെ സ്ഥലത്ത് 2 അങ്ങനെയാണ് എഴുതുന്നത്. പക്ഷേ നമ്മൾ ബാർ ചാർട്ട് വരയ്ക്കുന്നത് എന്താണ്, റിവേഴ്സ് ഓർഡറിലാണ്. നമുക്ക് ഡ്യൂറേഷൻ എത്രയാണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടതെന്ന് മനസ്സിലാവാനാണ്. തിരിച്ച് വരച്ചിട്ട് നമുക്ക് നോർമലി എന്ത് ചെയ്യും, പ്രൈമവറ സോഫ്റ്റ്വെയറിലൊക്കെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഇതിൽ ബ്ലൂ കളർ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. പരീക്ഷയ്ക്ക് ബാർ ചാർട്ട് വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ റെഡിൽ വരച്ചിരിക്കുന്നതാണ് ആക്ച്വലി ബാർ ചാർട്ട്. ഈ ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡേറ്റ് എക്സലിൽ കൊടുക്കുമ്പോൾ എക്സലിന് ജനറേറ്റ് ചെയ്യുന്ന നോർമൽ ഒരു ബാർ ചാർട്ടാണത്. അതായത് എല്ലാ വാല്യൂ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബാർ ചാർട്ടാണ്. നമുക്കതിന് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ പർപ്പസിനായിട്ടുള്ള മൈൽ സ്റ്റോൺ ചാർട്ടും ഗാൺ ചാർട്ടിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് മാറ്റണമെങ്കിൽ ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മീൻസ് ഫസ്റ്റ് തന്ന ഹിന്റ് എന്തായിരുന്നു, 1 കംപ്ലീറ്റ് ആയാൽ നമുക്ക് 2ഉം 3യും സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. സോ 1ന്റെ ഡ്യൂറേഷൻ എത്രയായിരുന്നു, 2 വീക്സ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് ആക്ടിവിറ്റി 0 വീക്കിൽ സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് വീക്ക് ആയപ്പോൾ കംപ്ലീറ്റ് ആയി. സോ ഫസ്റ്റ് സെൻറ്റൻസ് അനുസരിച്ചിട്ട് ആക്ടിവിറ്റി 2 and 3 ക്യാൻ ബി പെർഫോം സൈമൾട്ടേനിയസ്ലി. അപ്പോൾ 2ഉം 3യും എന്തായി, സൈമൾട്ടേനിയസ്ലി ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, 2ഉം 3യും സൈമൾട്ടേനിയസ്ലി സ്റ്റാർട്ട് ചെയ്തു. 2ന്റെ ഡ്യൂറേഷൻ 3 വീക്സ് ആയിരുന്നു. സോ എന്ത് ചെയ്തു, 5th വീക്കിൽ അത് കംപ്ലീറ്റ് ആയി. തേർഡ് ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 വീക്സ് ആയിരുന്നു. അതുകൊണ്ട് 2 + 5 7th വീക്കിൽ എന്ത് ചെയ്തു, തേർഡ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്, ആക്ടിവിറ്റി 4 ക്യാൻ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ ആക്ടിവിറ്റി 2 എൻഡ്സ്. ആക്ടിവിറ്റി 2 എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി 4 എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ് അല്ലേ, 2 തീർന്നപ്പോൾ 4 സ്റ്റാർട്ട് ചെയ്തു. 4ന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 4 വീക്സ് ആയിരുന്നു. സോ 4 ഇതിൻ്റെ കൂടെ എന്ത് ചെയ്തു, ഈ 5 വീക്സിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പം 9th വീക്കിൽ എന്ത് ചെയ്തു, ആക്ടിവിറ്റി 4 കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി 5 ആണ്. ആക്ടിവിറ്റി 5 കനോട്ട് ബിഗിൻ അണ്ടിൽ ആക്ടിവിറ്റീസ് 2 and 3 കംപ്ലീറ്റഡ്. 5 ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് 2ഉം 3യും ഫിനിഷ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആക്ടിവിറ്റി 5 സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ സെക്കൻഡ് ആക്ടിവിറ്റി നമ്മുടെ 5th വീക്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും തേർഡ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തത് എന്താണ്, 7th വീക്കിലാണ്. സോ 7th വീക്കിലാണ് എന്ത് ചെയ്തത്, 2 വീക്സ് ഡ്യൂറേഷനുള്ള
ആക്ടിവിറ്റി 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോ എന്ത് ചെയ്തു, 9th വീക്ക് ആയപ്പം കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്, ആക്ടിവിറ്റി 6 ക്യാൻ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ ആക്ടിവിറ്റീസ് 4 and 5 ആർ കംപ്ലീറ്റഡ്. 4ഉം ഈ 4ഉം സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തു. 4ഉം 5ഉം ഫിനിഷ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആക്ടിവിറ്റി 6 സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 6th ആക്ടിവിറ്റി ഡ്യൂറേഷൻ 3 വീക്സ് ആയിരുന്നു. അത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്നുണ്ടോ, അതാണ് ഞാൻ ഇത് വരയ്ക്കാനുള്ള കാര്യം ഇതായിരുന്നു. ഇത് നമ്മൾ ജസ്റ്റ് ടേബിൾ മറ്റേ വാല്യൂസിനെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, നമ്മുടെ ഡ്യൂറേഷനായിട്ട് റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. സോ 6th വീക്കിന്റെ ഡ്യൂറേഷൻ 3 ആയിരുന്നു. പക്ഷേ എന്താണ്, 5ഉം 4ഉം തീർന്ന വീക്ക് ഏതായിരുന്നു, 9th വീക്ക് ആയിരുന്നു. സോ 9th വീക്കിൻ്റെ കൂടെ 3 വീക്ക് ആഡ് ചെയ്തപ്പം 12th വീക്കിൽ എന്ത് ചെയ്തു, ആക്ടിവിറ്റി 6 നടന്നു. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ആക്ടിവിറ്റി ഏതായിരുന്നു, ആക്ടിവിറ്റി നമ്പർ 7 ആണ്. ആക്ടിവിറ്റി നമ്പർ 7ന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 വീക്സ് ആണ്. പക്ഷേ 7th ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് പറഞ്ഞു, 7th ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 5th ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. 6th ആക്ടിവിറ്റി ആയിട്ടുമല്ല കണക്ഷൻ പറഞ്ഞത്. 5th ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയാൽ എന്ത് ചെയ്യാം, 7th ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. 7th ആക്ടിവിറ്റി ഡ്യൂറേഷൻ എത്രയായിരുന്നു, 5 വീക്സ് ആയിരുന്നു. സോ 9 + 5 14 വീക്സ് ആയപ്പോൾ എന്ത് ചെയ്തു, ലാസ്റ്റ് ആക്ടിവിറ്റി ആയ 7 എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആകുമെന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗ്രാഫിൽ നിന്ന്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ ടൈം ഇൻ വീക്സ് ആവാം, ഡേ ആവാം, മന്ത് ആവാം, എന്താവട്ടെ, എക്സ് ആക്സിൽ ഡ്യൂറേഷനും y എക്സിലെ ആക്ടിവിറ്റീസും എന്ത് ചെയ്യണം, നമ്മൾ എക്സാം എഴുതുമ്പോൾ മാർക്ക് ചെയ്തിരിക്കണം. ദെൻ റെക്റ്റാങ്കിൾ ബ്ലോക്സ് ആണ് വരയ്ക്കുന്നത് ബാർ ചാർട്ടിനെ. ഈ ബ്ലൂ വരയ്ക്കരുത്, ബ്ലൂ ജസ്റ്റ് അതിൻ്റെ ഡ്യൂറേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തതേ ഉള്ളൂ. സോ ഈ പറഞ്ഞിരിക്കുന്ന റെഡ് ആണ് നമ്മുടെ ഏത് ബാർ ചാർട്ട് ഓർ ഗാൺ ചാർട്ട് ഓഫ് ദ എബോവ് സെറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ പാർട്ടിൽ 1 ക്വസ്റ്റിൻ്റെ ആൻസറേ ആയിട്ടുള്ളൂ. ബാർ ചാർട്ട് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഡ്രോ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഡ്രോ ചെയ്തു. അതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു അല്ലേ, പാർട്ട് 2 ഉണ്ടായിരുന്നു. പാർട്ട് 2 എന്തായിരുന്നു, പാർട്ട് 2 പറഞ്ഞു ഫ്രം ദി ബാർ ചാർട്ട് എന്ത് ചെയ്യണം, ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദി കംപ്ലീഷൻ ഓഫ് ദി പ്രോജക്റ്റ് കണ്ടുപിടിക്കണം. പ്രോജക്റ്റ് കംപ്ലീറ്റ് എത്രയായിരുന്നു, 14 വീക്സ് ആയിരുന്നു അല്ലേ, നമ്മൾ ബാർ ചാർട്ട് കണ്ടില്ലേ. സോ ഈ 14 വീക്സും ആ ബാർ ചാർട്ടും എഴുതിയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറൊരു ബാർ ചാർട്ടിൻ്റെ പ്രോബ്ലം നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.